ഈ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ജയന്റ് ഗൗരാമികളെയും നമ്മൾ ക്വിക്കായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു അപ്ഡേറ്റ് വീഡിയോ പോലെ നമ്മൾ ചെയ്തതാണ്. ഇവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. ആദ്യം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കാർ പോർച്ചിൽ എടുക്കുന്ന ബ്ലാക്ക് ജയന്റ് ഗൗരാമിയാണ്. അത് മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. നമ്മൾ പല്ലറ്റ് ഫുഡും അതുപോലെ തന്നെ നമ്മുടെ സാൽവീനിയ അസോള അത് മിക്സ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളിലും മാറി മാറി നമ്മൾ കൊടുക്കാറുണ്ട് ഫുഡായിട്ട്. അതായത് ഇപ്പോൾ ഇന്ന് പെല്ലറ്റാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നത്. അതായത് അസോളയും അതുപോലെ സാൽവീനിയും ഒക്കെ. ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ്, കാരണം ഇത് കാർ പോർച്ചിൻ്റെ അടിഭാഗത്തായതുകൊണ്ട് ലൈറ്റ് ശരിക്കും വരുന്നില്ല. എങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാൻ കാണിക്കാനായിട്ട്. പിന്നെ ഏകദേശം ഒന്നരാഴ്ച മുമ്പ് ഇത് ഫുഡ് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. സാധാരണ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇത് നല്ല ആക്റ്റീവായിട്ടാണ് കഴിക്കാറുള്ളത്. ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരാഴ്ച മുമ്പ് ഇത് ഫുഡ് എടുക്കാനായിട്ട് ഇവിടെ വരാറില്ലായിരുന്നു. അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നതാണ് കണ്ടത്. നമ്മളൊരു 3-4 ദിവസത്തോളം നമ്മളങ്ങനെ കണ്ടിരുന്നു. എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ചൂടിൻ്റെ ആയിരിക്കാം. ചൂട് കാരണം തന്നെ ഈ ടാങ്കിൽ വെള്ളം നല്ല രീതിയിൽ താഴ്ന്നു പോകാറുണ്ടായിരുന്നു, അതായത് ഇവാപ്പറേറ്റ് ആയി പോയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നല്ല രീതിയിൽ തന്നെ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് സോൾട്ടിൻ്റെ ലെവൽ നമ്മൾ നോക്കിയിരുന്നു ഇതിനകത്ത്. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ എയറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കൊടുത്തു നോക്കി. നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് എയറേഷൻ കൊടുക്കാറുള്ളത്. ആ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എയറേഷൻ കൊടുത്തു. ഇപ്പോൾ ആൾ ഫുള്ളി റിക്കവറായിട്ട് ആക്റ്റീവായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചൂടിൻ്റെ ആണെന്ന്. പിന്നെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഫുഡ് ഈ സാൽവീനിയ സോളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് കണ്ടില്ലേ, അത് കഴിക്കാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു നെറ്റ് തുറന്ന് വെക്കുമ്പോഴാണ് ഇതുപോലെ അവർ കഴിക്കാതെ നിൽക്കുന്നത്. നമ്മൾ സാധാരണ നെറ്റ് ഓപ്പൺ ചെയ്യാറില്ല. സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാപ്പിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ലൈവായിട്ട് തന്നെ വന്ന് കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുഡ് എടുക്കുന്നത് കുറവാണ്. ഇത് എല്ലാ ടാങ്കുകളിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. നമ്മൾ പോയതിന് ശേഷമായിരിക്കും പിന്നെ ഇവർ കഴിച്ച് തീർക്കുന്നത്. നെറ്റ് ഒരു കവറേജ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. തുറക്കുന്ന സമയത്ത് ഈ ലൈറ്റ് പെട്ടെന്ന് അതിലേക്ക് ഡയറക്റ്റ് അടിക്കുമ്പോഴാണ് അവർ താഴ്ത്തിക്കൊക്കെ പോയിട്ട് ഒളിച്ച് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കാണ്. നമ്മൾ പല വീഡിയോകളിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ടൊന്നും ഇതിലത്തെ മീനുകളെ കാണിക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ആൽഗ അടിച്ച് പച്ച നിറത്തിലാണ് കിടക്കുന്നത്. നമുക്ക് മീനുകളെയൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല. ഈവൺ നമ്മൾ പെല്ലറ്റോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നമുക്ക് അവരുടെ തല മാത്രമേ കാണാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ ചുണ്ടുകൾ മാത്രമേ കാണാൻ പറ്റൂ. ഇതിനകത്ത് ടൈഗർ ഓസ്കാറുകൾ കിടക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ 3 എണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സക്കർ കാറ്റ് ഫിഷുകളാണ് ബ്ലാക്ക്. അത് ഏകദേശം ഒരു അത്യാവശ്യം സൈസുള്ളതാണ്. അത് ഏകദേശം ഒരു 6 എണ്ണത്തോളം കിടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഗോൾഡൻ ഗൗരാമി, ബ്ലൂ ഗൗരാമി അത്തരം മീനുകളാണ് ഇതിനകത്ത് മിക്സഡ് ആയിട്ട് കിടക്കുന്നത്. ഈ ഒരു ടാങ്ക് നമ്മൾ പ്രധാനമായിട്ടും കെട്ടിയത് നമ്മൾ നട്ടർ എന്ന് പറയുന്ന ഒരു മത്സ്യം ഉണ്ടല്ലോ, റെഡ് ബെല്ലി പാക്കോ, അതിനെ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെ വളർത്തി നമ്മൾ ഒരു പ്രാവശ്യം എല്ലാത്തിനെയും പിടിച്ച് നമ്മൾ വീട്ടാവശ്യത്തിനായിട്ട് യൂസ് ചെയ്തു. അതിന് ശേഷമായിരുന്നു പിന്നെ നമ്മൾ ഓസ്കാറുകളെയും അതുപോലെ ഈ ജയന്റ് ഗൗരാമികളൊക്കെ ആഡ് ചെയ്തത്. ഈ ഒരു ടാങ്കിലെ വെള്ളം നമ്മൾ മാറ്റാറൊന്നുമില്ല. ഇതിങ്ങനെ തന്നെയാണ് കിടക്കുന്നത് വർഷങ്ങളായിട്ട്. കാരണം ഇതിനകത്ത് നടക്കുന്നത് നാച്ചുറൽ പ്രോസസ്സാണ്. മഴക്കാലത്ത് ഇതിനകത്ത് ഡയറക്റ്റ് വെള്ളം വീണ് നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ റീസൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്കറിയാം മഴക്കാലം ജൂൺ അതിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒക്ടോബർ നവംബറിലൊക്കെ മഴയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ വെള്ളം കുഴപ്പമില്ലാണ്ട് തന്നെ നിൽക്കാറുണ്ട്, ഒരു ഫെബ്രുവരി വരെയൊക്കെ. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ചൂട് തുടങ്ങി വെള്ളം വറ്റാൻ തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലത്തെ വെള്ളം. അല്ലാതെ നമ്മളിത് ക്ലീൻ ചെയ്യാറൊന്നുമില്ല. അതായത് വെള്ളം പുറത്തേക്ക് അടിച്ച് കളഞ്ഞ് ഇതിനകത്തെ വേസ്റ്റ് വലിച്ച് കളഞ്ഞ് അങ്ങനത്തെ ക്ലീനിങ് ഒന്നും നമ്മൾ കുറേ നാളായിട്ട് ചെയ്തിട്ടില്ല. ഏകദേശം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ആ സെയിം ടാങ്ക് തന്നെയാണ്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ്. ഇതിനകത്ത് ആ ഫ്ലോട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ലിഡുകളാണ്. അതായത് മീനുകൾക്ക് ഒരു ഷെയ്ഡ് പോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. മുമ്പ് നമ്മൾ ഗൗരാമികൾക്ക് ബ്രീഡ് ആവാനൊക്കെ ആയിട്ട് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ജയന്റ് ഗൗരാമികളാണ്. ആദ്യത്തെ 2 എണ്ണത്തിൽ വൈറ്റ് ആണ് കിടക്കുന്നത്. വൈറ്റ് എന്ന് പറഞ്ഞാൽ ആൽബിനോ ആണ് കിടക്കുന്നത്. പിന്നെ ബാക്കി 3 എണ്ണത്തിൽ ബ്ലാക്ക് ഒരു ചെറിയ സൈസാണ്. ചെറിയ സൈസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ സൈസല്ല. നമ്മൾ അവരുടെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ഒക്കെ. ഇതിനകത്ത് ഒരു വലുത് തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ കാർ പോർച്ചിലൊക്കെ കാണിച്ചില്ലേ, ആ ഒരു സൈസ് വലുത് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതൊരു ഫ്രിഡ്ജ് ബോക്സ് ആണ്, നമ്മൾ ടാർപോളിനിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. പിന്നെ നമുക്കൊരു പ്രശ്നം വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും അവസാനം വാങ്ങിയ നമ്മുടെ വൈറ്റ് ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾക്കാണ്. നമ്മൾ 2 ചെറുതിനെ വാങ്ങിയിരുന്നു. നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരെണ്ണം നമ്മുടെ ചത്തുപോയിട്ടുണ്ട്. ഒരെണ്ണത്തിനെയാണ് നമ്മൾ ഈ ടബിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബക്കറ്റിൽ കിടക്കുന്ന ജയന്റ് ഗൗരാമികളുടെ കാര്യം പറയാം. ഇവരുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെറ്റ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സാൽവീനിയ ചെടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ടത് 2 ആൽബിനോ ആണ്. പിന്നെ ഈ 3 ബക്കറ്റുകളിലും കിടക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. കണ്ടില്ല, അവരുടെ തലഭാഗം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റൂ. മറ്റേത് വെള്ളയായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ചുണ്ട് മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. എല്ലാത്തിനും നല്ല രീതിയിൽ ആൽഗ വന്നിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു നമ്മുടെ ഫീഡ് ചെയ്യേണ്ട ദിവസം. നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത്, ഓരോ ദിവസം ഇടവിട്ട്.
ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൊവ്വ, അതുപോലെ വെള്ളി, ശനി അങ്ങനെ 3 ദിവസങ്ങളിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത് കേട്ടോ. ആ ഫീഡിങ്ങാണ് നമ്മൾ പറയുന്നത് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇതേപോലെ ചെടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഗൗരാമികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റു മീനുകൾക്ക് നമ്മളൊന്നും കൊടുക്കാറില്ല. ഈ ജൈൻറ്റ് ഗൗരാമികൾ ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് മറ്റു ദിവസങ്ങളിൽ ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും നമ്മൾ കാണുന്നുണ്ട്. കിണറുകളിലൊക്കെ വെള്ളം നല്ല രീതിയിൽ വറ്റി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ചൊക്കെ പരമാവധി ഡിലേ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ വളരെ കൺട്രോൾ ചെയ്താണ് കൊടുക്കുന്നത് വെള്ളം മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വെള്ളം വറ്റി പോകുന്ന സമയത്ത് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വാട്ടർ ചേഞ്ച് അല്ലെങ്കിൽ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോകളൊന്നും അധികം ഈ ഒരു സമ്മർ സീസണിൽ ഇനി അങ്ങോട്ട് നമ്മൾ റെഗുലറായിട്ടൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുപോലെ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മീനിനെ നമ്മൾ സാധാരണ പിടിച്ച് എടുക്കാറില്ല. ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവരെ സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക് നമ്മൾ കാണിക്കാനായിട്ട് പിടിച്ച് മാറ്റാറുള്ളത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെ തീരെ നമ്മൾ പിടിച്ച് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇനി അങ്ങോട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു സീസണിൽ അത് ഈ ചൂടുകാലം ഒന്ന് കഴിയണ വരെ നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല. ഇതുപോലെ ചൂട് വളരെ ഹൈ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയങ്ങളിൽ സൺലൈറ്റൊക്കെ ഡയറക്റ്റ് ഈ കണ്ടെയ്നറിലേക്ക് അടിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ കണ്ടെയ്നറിൻ്റെ സൈഡൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ ഭയങ്കര വ്യത്യാസം വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മീനുകൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഇതിനകത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമിയാണ്. ഞാൻ 2 പീസ് ഇട്ട് കൊടുത്താണ് സാൽവീനിയയുടെ. അത് കഴിക്കുന്നില്ല. സാധാരണ കഴിക്കാറുള്ളതാണ്. എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ അവർ കഴിക്കില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഈ നെറ്റും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾ അടിയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ കിട്ടുന്നില്ല. ഇതിൽ കിടക്കുന്ന ഗൗരാമി നല്ല രീതിയിൽ ഫുഡ് പ്രോപ്പറായിട്ടൊക്കെ കഴിക്കുന്ന ഒരു ഗൗരാമിയാണ്. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈസാണ് ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ ടബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ടബിലാണ് നമ്മുടെ ഒരു വൈറ്റ് ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമി കിടക്കുന്നത്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് വാങ്ങിയതാണ്. 2 എണ്ണത്തിന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ചത്തുപോയി. ആദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ചെറിയ ജൈൻറ്റ് ഗൗരാമി ആ ഒരു ചെറിയ സൈസിൽ ചത്തുപോകുന്നത്. ഇവർ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത് ഇൻഡോർ ആയിരുന്നു. 2 ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വീഡിയോ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇൻഡോർ പോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ. അവിടെ വെച്ചായിരുന്നു ഡെത്ത് സംഭവിച്ചത്. അത് സംഭവിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ഒരെണ്ണത്തിനെ ഈ ഒരു ടബിൽ കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടുമായിരുന്നു. ആ ടബിലുണ്ടായിരുന്ന കൂലിലോച്ച് മത്സ്യങ്ങളെ മൊത്തം നമ്മൾ ഈ ട്രേയിലേക്ക് മാറ്റി. ഇത് ആദ്യം കാണിച്ച ട്രേയിലേക്ക് മാറ്റി. ബാക്കി 3 ട്രേകളിലും റെഡ് ക്ലോ ക്രൈഫിഷുകളാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ വാങ്ങി വളർത്തിയ ജൈൻറ്റ് ഗൗരാമികളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡെത്ത് സംഭവിക്കുന്നത്, ഈ ഒരു വൈറ്റ് ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമിയുടെ. അപ്പോൾ ബാക്കി വന്നതിനെ ആ ഒരെണ്ണത്തിന്, അതായത് 2 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം ചത്തുപോയി, മറ്റേതിനെ നമ്മൾ ഇതിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ കഴിക്കാൻ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അടിയിൽ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതേ ആൾ മുകളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, മുകളിൽ വന്ന ആളെ ആക്റ്റീവായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ. ചില സമയങ്ങളിൽ മുകളിലേക്ക് വരാറില്ല. നമ്മുടെ നിഴൽ കാണുന്ന സമയത്ത് അത് താഴ്ത്തിക്ക് പോകും. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെത്ത് എങ്ങനെയാണ് സംഭവിച്ചത്, അതായത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരെണ്ണത്തിൻ്റെ ഡെത്ത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ഇൻഡോറാണ് ഇവർ 2 പേരെയും ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ മീനുകളെയും വാങ്ങുമ്പോൾ ക്വാറൻറ്റീൻ ചെയ്യാനായിട്ട് വെക്കുന്നത് നമ്മുടെ ഒരു ബെഡ്റൂമിലാണ്. അവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൺട്രോൾഡ് ആണ്. അവിടെ ആരും താമസിക്കാത്തതുകൊണ്ട് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ആ റൂം. ഇങ്ങനെയാണ് നമ്മൾ ഈ 2 വൈറ്റ് ബ്ലാക്ക് ചെറിയ ജൈൻറ്റ് ഗൗരാമികൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. വാട്ടർ ചേഞ്ച് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസത്തോളം ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഓരോ ദിവസം ഇടവിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് കാണുന്നത് ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, സൂര്യപ്രകാശം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയ്ഡാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും മീനുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. ആ ഒരു ജൈൻറ്റ് ഗൗരാമി ചത്തുപോയത് ഇവിടെ ഇരിക്കുമ്പോഴല്ല, നമുക്ക് ഇവിടുന്ന് മാറ്റേണ്ടി വന്നു. അതായത് ഈ ലൊക്കേഷനിൽ ഈ കാണുന്നത് നമ്മുടെ 2 ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷുകൾ കിടക്കുന്ന ക്രേറ്റുകളാണ്, നീല ക്രേറ്റുകൾ. ആ 2 ജൈൻറ്റ് ഗൗരാമികളെയും നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിരുന്നു. ഇത് നമ്മുടെ ഹോളാണ്, ബെഡ്റൂമല്ല. ഇവിടെ അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഉള്ളൊരു ഏരിയ ആണ്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. പിന്നെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ടെമ്പററി ആയിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് മാറ്റിയതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഫ്രെയിമിൽ കാണുന്ന സ്പേസിലേക്കാണ് നമ്മൾ മാറ്റിയത്. അത് മാറ്റുന്ന സമയത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് സ്ഥലം മാറുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. കാരണം തീരെ ഡിസ്റ്റർബൻസ് ഇല്ലായിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് പെട്ടെന്ന് ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നത്. നമ്മൾ പിന്നെ കുറച്ച് ദിവസത്തേക്കല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ വല്ലാണ്ട് സീരിയസ് ആയൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല.
ഇവിടെ വെച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരെണ്ണം ചത്തുപോയത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ഡെത്ത് സംഭവിച്ചത്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഫുഡ് കൊടുത്തിട്ട് പോയതാണ്. 2 കണ്ടെയ്നറിലും ഞാൻ ഫുഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ജയന്റ് ഗൗരാമികളുടെ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം, എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഒരെണ്ണം താഴെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. അതായത് ഒരു കുഴപ്പമില്ലാതെ ആക്റ്റീവായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഗൗരാമി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താഴെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. ഇതിന് വേറെ പ്രത്യേകിച്ച് റീസണൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. സ്ട്രെസ് ആണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരെണ്ണം ചത്തുപോയപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടാമത്തേനെ നമ്മൾ പുറത്തേക്ക് മാറ്റുമായിരുന്നു. കാരണം മറ്റേതും ചിലപ്പോൾ ഇതേപോലെ സഡനായിട്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ പുറത്ത് ആ ഒരു ടബിലേക്ക് മാറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ജയന്റ് ഗൗരാമികളുടെ ക്വിക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ചൂട് വളരെ കൂടുതലാണ് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ. ഇൻഡോർ ആണെന്നുണ്ടെങ്കിലും ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിലും വെള്ളം വറ്റുന്നതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇത്തരം കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കെയർ കൊടുക്കേണ്ടി വരും. നമ്മുടെ ശ്രദ്ധയൊക്കെ ഒന്ന് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.